റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേരളം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് കുറച്ചുകൂടി കേരളത്തിന്റെ അത്ര ഇല്ലെങ്കിലും കേരളത്തെക്കാൾ വളരെ താഴ്ന്ന നിലയിലാണെങ്കിലും മുസ്ലിങ്ങളുടെ സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെട്ടത് തമിഴ്നാട്ടിലാണ്. നമുക്കറിയാം, തമിഴ്നാടിനെ വെച്ച് നോക്കുകയാണെങ്കിലും അവിടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം 5 MLA-മാരും DMK ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MP-യും തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന്റെ സംഭാവന ഉയർന്നപ്പോൾ അവിടെയും മുസ്ലിങ്ങളിൽ നവോത്ഥാനത്തിന്റെ മാർഗത്തിൽ. നമുക്കറിയാം, ഇവിടെ ഇരട്ടത്താപ്പിന്റെ നവോത്ഥാനം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലോ അതിന്റെ നിഘണ്ടുവിലോ ഇല്ല. ഇവിടെ മദ്യാസക്തിക്കെതിരെ, പുകവലിക്കെതിരെ എന്ന രൂപത്തിൽ പുതിയ ഒരു നവോത്ഥാന ചിന്താഗതി എന്ന നിലയിൽ ഇവിടെ ആഗമനം കൊള്ളുന്ന ഇടതുപക്ഷത്തിലെ യുവജന, വിദ്യാർത്ഥി, മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടെ മദ്യാസക്തിക്കെതിരായ കൂട്ടായ്മ. നമുക്കറിയാം, ബോർഡുകളിലൊക്കെ ക്ഷമിച്ചാലും പറയാതെ വയ്യ എന്നൊക്കെ തരത്തിൽ ഇവർ മദ്യാസക്തിക്കെതിരെ കൂട്ടായ്മ നടത്തുമ്പോഴും ഇവരുടെ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ CPM-ന്റെ ഒരു എക്സൈസ് മന്ത്രി, കേരളം എക്സൈസ് വകുപ്പ് CPM-ന്റെ മന്ത്രിയായ TK ഗുരുദാസന്റെ കൈകാര്യം ചെയ്യുമ്പോൾ 166 പുതിയ മദ്യഷോപ്പുകളും 33 ബാറുകളും അനുവദിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു വശത്ത് CPM അതിന്റെ നവോത്ഥാനം എന്ന് പറഞ്ഞ് യുവജന, വിദ്യാർത്ഥി സംഘടനകളും മദ്യത്തിനെതിരായ പ്രവർത്തനങ്ങളും, മറുഭാഗത്ത് CPM ആണെങ്കിൽ ഈ മദ്യത്തിനും ലഹരി മരുന്നുകൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഈയിടെ പത്രമാധ്യമങ്ങളിൽ കൊട്ടിഘോഷിച്ചൊരു വാർത്തയുണ്ട്. മുമ്പ് ക്രമക്കേട് നടന്നതിന്റെ പേരിൽ എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്ത ഇടതുപക്ഷ CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ കള്ളുഷാപ്പ്, അത് ലേലത്തിൽ ഇവരെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ മകൻ അത് തിരിച്ചു പിടിച്ചു. ഇങ്ങനെ നവോത്ഥാനത്തിന്റെ പേരുകളിൽ നടത്തുന്ന ഇരട്ടത്താപ്പുകൾ. MSF-നെ സംബന്ധിച്ചിടത്തോളം കേരളീയ സമൂഹത്തിൽ ഇത് കേവലം നമ്മുടെ ഐഡിയോളജി ബേസ്ഡ് ആയിട്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ SFI-യോ DYFI-യോ ചെയ്യുന്നത് പോലെ ഒരു വിപ്ലവം നടക്കുക, റഷ്യയിൽ ബോൾഷെവിക് പാർട്ടി സംഘടിപ്പിച്ച പോലത്തെ ഒരു വിപ്ലവമല്ല നമ്മുടെ ലക്ഷ്യം. ഇവിടുത്തെ സാമൂഹിക നവോത്ഥാനം, സമൂഹത്തിന് ഇനിയും ഒരു നമുക്കറിയാം, ഇതിനു മുമ്പ് ഇവിടെ നടന്ന നവോത്ഥാനങ്ങൾ, ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് നവോത്ഥാനങ്ങളുടെ ചരിത്രത്തിന്റെ കഥ പറയുന്ന ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാർ, ശ്രീനാരായണ ഗുരുവായാലും ജ്യോതിബ ഫുലെ ആയാലും ആരായാലും തന്നെ നവോത്ഥാനത്തിന്റെ മാർഗദീപങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നതെങ്കിൽ ഇവിടെ MSF സംഘടിപ്പിക്കാൻ പോകുന്നത് മതേതര മാർഗത്തിലൂടെ ഈ സമൂഹത്തിന് മൊത്തത്തിലൊരു മാതൃകയായ ഒരു നവോത്ഥാന ചിന്താഗതി. നമുക്കറിയാം, ഇതുവരെ നടന്ന മതത്തിന്റെ നവോത്ഥാനമാണെങ്കിൽ ഇവിടെ സാമൂഹിക നവോത്ഥാനം, MSF ഉയർത്തിപ്പിടിക്കുന്ന വാക്യം സാമൂഹിക നവോത്ഥാനത്തിന് പ്രബുദ്ധനാവുക. നമുക്കറിയാം, ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഈ സാമൂഹിക സന്തുലിതാവസ്ഥ ആകെ തകർന്നു പോയ ഈ സാഹചര്യം ഇവിടുത്തെ വിദ്യാർത്ഥികളെ കേവലം ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമായി, അതല്ലെങ്കിൽ യുവജന വിഭാഗങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമായി ഉപയോഗപ്പെടുത്തുന്ന ഇവിടുത്തെ ഇടതുപക്ഷ, കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ നയങ്ങളല്ല ഇവിടുത്തെ MSF-ഉം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക നവോത്ഥാന മൂല്യങ്ങൾ.